ഭൂതകാലത്തേക്കോ ഭാവി കാലത്തേക്കോ ഉള്ള ഒരു സാങ്കല്പിക യാത്രയാണ് ടൈം ട്രാവൽ എന്നത്. ഭൂതകാലത്തേക്ക് സഞ്ചരിക്കാനും നിങ്ങളുടെ മാതാപിതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇല്ലാതാക്കാനും കഴിഞ്ഞ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ എങ്ങനെ സാധ്യമാകാനാണ്? ഇപ്രകാരം ഭൂതകാലത്തേക്ക് പോയി കോവിഡ് പോലുള്ള മഹാമാരി തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചെന്ന് വരും. ടൈം ട്രാവൽ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ ഒരു സംഭവം ഞാനിവിടെ വിവരിക്കാം. 2006 ഏപ്രിൽ 23 ഉക്രൈൻ്റെ തെരുവുകളിൽ ഒരു വിചിത്രമായി പെരുമാറുന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരാളെ കാണുകയാണ്. അയാൾ ചുറ്റുപാടും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. എല്ലാ ആളുകളെയും കെട്ടിടങ്ങളെയും മറ്റും വിചിത്രമായി നോക്കിക്കാണുകയാണ്. 1960കളിൽ USSR പട്ടാളക്കാർ ധരിച്ചിരുന്ന വസ്ത്രരീതിയാണ് അയാൾ ധരിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായ പെഗ്ന സ്ട്രീറ്റിനെ കുറിച്ചും അവിടേക്ക് പോകാനുള്ള വഴിയെക്കുറിച്ചുമാണ് അയാൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. സംശയം തോന്നി പോലീസുകാർ അയാളോട് ID കാർഡ് ആവശ്യപ്പെട്ടു. 1932 കീവിൽ ജനിച്ച സെർഗി എന്ന വ്യക്തിയാണെന്നാണ് ID കാർഡിൽ എഴുതിയിരുന്നത്. ആ ID കാർഡ് പ്രകാരം അയാൾക്ക് 70-നോടടുത്ത് പ്രായമുണ്ടാവേണ്ടതാണ്. എന്നാൽ അയാൾക്ക് 20-24 വയസ്സേ പ്രായമുള്ളൂ. പോലീസുകാർ വിചാരിച്ചത് അയാൾക്ക് മാനസിക രോഗമെന്നാണ്. അയാളെയും കൂട്ടി അടുത്തുള്ള മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ അയാളെ നന്നായി ചെക്ക് ചെയ്തു. അയാൾ പറഞ്ഞത് 1932 കീവിൽ ജനിച്ച ആളാണ് ഞാനെന്നാണ്. ഡോക്ടർമാർ പരിശോധിച്ചിട്ടും ഡോക്ടർമാർക്ക് സെർഗി മാനസിക രോഗമുള്ള ആളാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഡോക്ടർമാർ അയാളെ മാനസിക രോഗാശുപത്രിയിൽ തന്നെ താമസിപ്പിക്കാൻ തീരുമാനമെടുത്തു. അപ്പോഴാണ് ആ വ്യക്തിയുടെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ഒരു ക്യാമറയിൽ അവരുടെ ശ്രദ്ധ പതിഞ്ഞത്. ആ ക്യാമറ യോഷിമോ ഫ്ലെക്സ് എന്ന കമ്പനിയുടേതാണ്. ആ കമ്പനി 1960-നോടടുത്ത് ഇറക്കിയ ക്യാമറയാണത്. എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ഡോക്ടർമാർ വീണ്ടും സെർഗിനോട് ചോദിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ദിവസം രാവിലെ കീവിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ ക്യാമറയും എടുത്ത് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോഴാണ് ആകാശത്ത് ഒരു ബെല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു വസ്തു പറന്നു നടക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം എൻ്റെ നേരെ പതിയുകയുണ്ടായി. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത് എന്നാണ് സെർഗി പറഞ്ഞത്. ആ ക്യാമറയിലെ ഫോട്ടോസ് റിക്കവറി ചെയ്യാൻ അവർ ശ്രമിച്ചു. ഒടുവിൽ അവർക്ക് അതിന് സാധിച്ചു. ആദ്യത്തെ ഫോട്ടോ കീവിൻ്റേതായിരുന്നു. 1960-70 കാലഘട്ടത്തെ കീവ് എന്ന നഗരത്തിൻ്റെ ഫോട്ടോസായിരുന്നു. പിന്നീടുള്ള രണ്ടാമത്തെ ഫോട്ടോ സെർഗിൻ്റെ ആയിരുന്നു. അയാളും അയാളുടെ കാമുകിയും തമ്മിലുള്ള ഫോട്ടോയും പിന്നെ സെർഗി ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോയും. പിന്നീട് സെർഗി പറഞ്ഞ ആകാശത്ത് കണ്ട ആ വസ്തുവിൻ്റെ ഫോട്ടോ കൂടി കണ്ടെത്തുകയുണ്ടായി. അതോടെ സെർഗി എന്നത് യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സെർഗി മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള അതീവ സുരക്ഷയുള്ള ഒരു റൂമിലാണ് പാർപ്പിച്ചിരുന്നത്. ഒരു ദിവസം കീവിൽ നിന്നും അയാൾ അപ്രത്യക്ഷമായതുപോലെ ആ റൂമിൽ നിന്നും അയാൾ അപ്രത്യക്ഷമാവുകയുണ്ടായി. അയാളെ റൂമിൽ നിന്ന് കാണാതായി. പിന്നീട് സെർഗി പനമരങ്കി എന്ന വ്യക്തിയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ 1960-ൽ സെർഗി പനമരങ്കി എന്നൊരാൾ മിസ്സിംഗ് ആയതായി പോലീസിൽ കംപ്ലൈൻറ്റ് കിട്ടിയതായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ കംപ്ലൈൻറ്റിലെ ഫോട്ടോവുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ 2006-ൽ കണ്ടെത്തിയ സെർഗിയുടെ ഫോട്ടോ ആണ് അതെന്ന് അവർക്ക് മനസ്സിലായി. സെർഗിയുടെ കൂടെ നിൽക്കുന്ന ആ സ്ത്രീയുടെ ഫോട്ടോ ആരാണെന്ന് പോലീസ് അന്വേഷിച്ചു. ആ സ്ത്രീയെ കണ്ടെത്താൻ പല ശ്രമവും നടത്തി. അന്വേഷണം എത്തപ്പെട്ടത് വാലന്റീന കൗച്ച് എന്ന സ്ത്രീയിലേക്കാണ്. വാലന്റീന പറഞ്ഞത്, സെർഗി എൻ്റെ ഭർത്താവാണ്. 1958 കാലഘട്ടത്തിൽ സെർഗി കുറച്ച് മിസ്സിംഗ് ആയിരുന്നു. പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഭാവിയിലേക്ക് പോയി എന്ന് അയാൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല 1960-ൽ വീണ്ടും സെർഗിനെ മിസ്സിംഗ് ആയി. അതിനുശേഷം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് വാലന്റീന പറഞ്ഞത്. അപ്പോഴാണ് 1958-ൽ സെർഗി ഒരു റേഡിയോയ്ക്ക് വേണ്ടി അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖം പോലീസുകാർക്ക് ലഭിക്കുകയുണ്ടായി. ആ അഭിമുഖത്തിൽ സെർഗി പറഞ്ഞത്, ആളുകളോട് സംസാരിക്കാൻ കഴിയുന്ന, കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ഉപകരണം ഭാവിയിൽ കണ്ടുപിടിക്കുക എന്നാണ്. അത് മൊബൈൽ ഫോണിനെ കുറിച്ചാണ് സെർഗി പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത്, ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഭക്ഷണം പാകം ചെയ്യാമെന്നാണ്. ഇത് നമ്മുടെ മൈക്രോവേവ് ഓവനെ കുറിച്ചാണ് പറഞ്ഞത്.
പിന്നീട് വാലന്റീന പോലീസുകാർക്ക് ഒന്നും ഒട്ടിച്ചിട്ടില്ലാത്ത ഒരു കവർ കൊണ്ടുകൊടുത്തു. ആ കവറിൽ 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന സെർഗിയുടെ പിന്നിൽ പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. കൂറ്റൻ കെട്ടിടങ്ങൾ 2006 കൂടി ആ സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ എപ്പോഴാണ് എടുത്തത്? അതെല്ലാം പോലീസുകാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി. അത് ഭാവിയിൽ വളരെ കാലം ദൂരം സഞ്ചരിച്ച് സെർഗി എടുത്ത ഫോട്ടോ ആണെന്ന് നമുക്ക് അനുമാനിക്കാം. അതുമാത്രമല്ല, ഫോട്ടോയുടെ പിറകിലായി "ഐ ആം ഗുഡ് അറ്റ് എവരിതിങ് ആൻഡ് ഐ വിൽ ട്രൈ ടു കം ബാക്ക്" എന്ന് സെർഗി എഴുതിയിരുന്നു. ഈ വീഡിയോൻ്റെ കൂടെ സെർഗിൻ്റെ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് യാഥാർത്ഥ്യമാണ്. സെർഗി ശരിക്കും ഒരു ടൈം ട്രാവലർ ആണോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.